പറയാനേ കൊച്ചിന് കൊച്ചിന് മാത്രമല്ല ഞങ്ങൾ ഫാമിലി മൊത്തം വൈറൽ പനി പിടിച്ചേക്ക്. ഇൻഫ്ലുവൻസ ബി പോസിറ്റീവ് ആണെന്നാ പറഞ്ഞത്. ഓക്കെ. അപ്പൊ അത് മൊത്തത്തില് ഇപ്പൊ കുടുംബത്തിൽ എല്ലാവർക്കും ഉണ്ട്. പക്ഷെ പനി മിക്കവാറും 2 ദിവസം കൊണ്ടൊക്കെ മാറി. ഡോക്ടറെ കണ്ടായിരുന്നു. അപ്പൊ ഒരു ആന്റിബയോട്ടിക് ഒക്കെ തന്ന് അതോടെ 2 ദിവസത്തേക്ക് സംഭവം മാറി. പക്ഷെ ചുമ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. ഓക്കെ. ചുമ ഇപ്പോഴും മാറിയിട്ടില്ല. 1-2 ആഴ്ചയായി. പിന്നെ അതിന്റെ കൂട്ടത്തില് വേറെ സംശയം കൂടി. എന്റെ 10 വയസ്സുള്ള കൊച്ചിനെ, 10 വയസ്സില്ല 7 വയസ്സുള്ളൂ. ഈ 3 വർഷമായിട്ട് വയസ്സങ്ങനെ മാറണേട്ടാ. 7 വയസ്സുള്ള കൊച്ചിന് ഫിക്സ് വന്നായിരുന്നു. ഈ പനി കൂട്ടിയിട്ടാണ് ഫിക്സ് വന്നത്. സാധാരണ 5 വയസ്സ് വരെ 5 പ്രാവശ്യം ഫിക്സ് വന്നിട്ടുണ്ട്. അത് ഇനിയിപ്പോ 3 വർഷത്തിന് ശേഷമാണ് ഈ ഫിക്സ് വന്നേക്കണത്. അപ്പൊ ഇനിയും ഫിക്സ് തുടരും എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. 2 ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. ആദ്യത്തെ പോയിന്റ് അദ്ദേഹം പറഞ്ഞത് കുടുംബത്തിലെ ഒന്നിലധികം ആളുകൾക്ക് ഇൻഫ്ലുവൻസ ബി ഡയഗ്നോസ് ആയി. ഇപ്പോൾ ഇൻഫ്ലുവൻസ ബി എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട വൈറസാണ്. നമ്മൾ പറയുന്ന ഇൻഫ്ലുവൻസ, അതായത് ഹ്യൂമൻസിനെ അഫക്റ്റ് ചെയ്യുന്ന ഇൻഫ്ലുവൻസ. അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളതാണ്. അതിന് ആൻറ്റി വൈറൽസ് ആണ് നമ്മൾ സജസ്റ്റ് ചെയ്യുക, അത് ഡയഗ്നോസ്ഡ് ആണെങ്കിൽ. പക്ഷേ ഇവിടുത്തെ വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നുണ്ട് പേഷ്യൻ്റെ സിംറ്റംസ് ഫീവർ മാറി, കോഫ് പിന്നെ 2 ആഴ്ചയായി. അപ്പോൾ മനസ്സിലാക്കേണ്ടത് വൈറൽ പനികൾക്കുണ്ടാകുന്ന പനി അവസാനിച്ചതിന് ശേഷം ഉണ്ടാകുന്ന ക്ഷീണവും ചുമയും, ഇതിലും നമ്മൾ നേരത്തെ പറഞ്ഞ കുറച്ച് ക്ഷമ വളരെ അനിവാര്യമാണ്. പോസ്റ്റ് വൈറൽ ടസീവ് എന്ന് പറയും. വൈറൽ ഇൻഫെക്ഷൻ വന്ന് ലങ്സിനെ അല്ലെങ്കിൽ ശ്വാസകോശത്തെ തൊണ്ടയെ ബാധിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ചുമ, കുത്തിയുള്ള ചുമ, ക്ലസ്റ്ററിങ് ഓഫ് കോഫ്, ഒന്നിനു പിറകെ ഒന്നായിട്ട് ആവർത്തിച്ച് വരുന്ന ചുമ, ഇത്തരം ചുമകൾ പലപ്പോഴും മാറാൻ 1 ആഴ്ച മുതൽ 2 ആഴ്ച വരെ സമയമെടുക്കും. വളരെ കലശലാണെങ്കിൽ, അല്ലെങ്കിൽ ചുമ വന്ന് കുട്ടിക്ക് തീരെ ഉറങ്ങാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ബ്ലഡ് വരികയാണ്, അല്ലെങ്കിൽ ഓക്സിജൻ്റെ അളവ് കുറയാണ്, അല്ലെങ്കിൽ കുട്ടിക്ക് ശ്വാസം മുട്ട് വരികയാണ്. ഇത്തരം സാഹചര്യങ്ങളിലെ സാധാരണഗതിയിൽ ഒരു വൈറൽ പനി വന്നതിന് ശേഷമുള്ള ചുമ, അത് ഇൻഫ്ലുവൻസ ബി ആണെങ്കിലും ശരി മറ്റെന്തെങ്കിലും ആണെങ്കിലും ശരി, അതിനെ പരിഹരിക്കേണ്ടതുള്ളൂ. അപ്പോൾ അതിന് ഒരു വളരെ കലശലാണെങ്കിൽ ഡോക്ടറെ കണ്ട് കോഫ് സപ്രസൻസ് എടുക്കുക എന്നുള്ളതാണ്. അല്ലാത്ത പക്ഷം ഹോം റെമഡീസിലൂടെ തന്നെ അതും പരിഹരിക്കാൻ പറ്റുന്ന കാര്യമാണ്. രണ്ടാമത്തെ വിഷയം കുറച്ചുകൂടി സങ്കീർണമായ ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ഫിബ്രൈൽ സീഷർ, കുട്ടിയുടെ താപനിയന്ത്രണ സംവിധാനം, ശരീരത്തിൻ്റെ ഊഷ്മാവ് വർദ്ധിച്ച് താപനിയന്ത്രണ സംവിധാനത്തിന് തകരാറിലാകുമ്പോൾ ഉണ്ടാകുന്ന ഫിബ്രൈൽ സീഷർ. അത് പൊതുവേ പീഡിയാട്രിക് ഏജ് ഗ്രൂപ്പിൽ കുട്ടികളുടെ വിഭാഗത്തിൽ 5 വയസ്സിന് താഴെയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നതല്ലോ. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് പിന്നെയും സീഷർ വരികയാണെന്ന് പറയുമ്പോൾ അതിനൊരിക്കലും നമ്മൾ സാധാരണയായിട്ട് കാണില്ല. കൃത്യമായിട്ട് ഇവാലുവേഷൻ അതിനാവശ്യമുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ട് പീഡിയാട്രീഷ്യനെ തന്നെ കണ്ട് കുട്ടിക്ക് വേണ്ട ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ആണെങ്കിലും മറ്റും ചെയ്യേണ്ടതുണ്ട്. അതിനൊരിക്കലും നമ്മൾ നിസ്സാരമായിട്ട് കാണരുത്.